ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യൽ സാരീസിൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി മുതൽ ക്രിസ്മസ് സ്പെഷ്യൽ സാരീസ് ഉണ്ടാകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും അറിയാം, ഇനി നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിന് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കൈ കിട്ടി സാരിയുടെ ബ്ലൗസ് തയ്ക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ നമ്മുടെ അധികം ദിവസമില്ല ക്രിസ്മസിനുള്ള, അല്ലേ? ഇന്ന് നമ്മൾ കുറച്ച് വൈറ്റ് സാരീസ് തന്നെയാണ് കാണുന്നത്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് വൈറ്റ് സാരീസ്, അതുകൂടാതെ കുറച്ച് കളർ സാരീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന മാതിരി ഇതുപോലെ റീക്രിയേഷൻ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരീസ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്പ്ലേ കണ്ടു നോക്കാം എവിടേക്കാണ് വരുന്നതെന്ന്. യൂഷ്വലി എപ്പോഴും കാണിക്കുന്ന മാതിരി തന്നെ മുന്താണിലും ചെസ്റ്റ് പോർഷനിലും കാലിൻ്റെ അവിടെയാണ് വർക്ക്. ചിലതിന് മാത്രം കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വർക്കും അതിൻ്റെ കളറും എല്ലാം ഒന്ന് നമുക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. വൈറ്റ് ചെക്കോട്ട സാരിയിൽ പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. നടുക്ക് ഒരു പിങ്കിഷ് കളർ തന്നെയായിട്ടുള്ള ഒരു പേളും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു ഡിസൈൻ മുന്താണിയുടെ ഒരു വശത്ത്, പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ തന്നെ 2 ഡിസൈൻ അടുപ്പിച്ച് തയ്ച്ചിരിക്കുകയാണ്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിലാണ് 2 ഡിസൈനും വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഡിസൈനുമാണ്. അടുപ്പിച്ച് 2 ഡിസൈൻ 6 strands ഇട്ട് തയ്ച്ചിരിക്കുന്നത്. നല്ലൊരു പ്രൊജക്ഷനും ഉണ്ട്, ബീഡും എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ഭംഗിയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ ഹെവി വർക്കായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിലും വർക്ക് ഉണ്ട്, ഷോൾഡർ പ്ലീറ്റിലും ചെസ്റ്റ് പോർഷനിലും. അപ്പോൾ അടുപ്പിച്ച് നെഞ്ചിനോട് ചേർന്നിരിക്കുന്ന പോർഷനിലും നല്ല ഹെവി വർക്കുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുറത്ത് കാണുന്ന പ്ലീറ്റിലും ഇതുപോലെ വർക്ക് ഉണ്ട്. അപ്പോൾ സാരിയുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ, നമ്മൾ ഉടുത്ത് കഴിഞ്ഞ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ ഹെവി എംബ്രോയ്ഡറി ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു ഡിസൈനാണ് കാലിൻ്റെ അവിടെ വരുന്നത്. ഫുൾ ഡിസൈൻ ഇല്ല, ഒരു കുഞ്ഞ ഡിസൈനാണ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2350 ആണ് ഇതിൻ്റെ റേറ്റ്. നമ്മുടെ രണ്ടാമത്തെ സാരി വൈറ്റ് ചെക്കോട്ടയിൽ തന്നെ ഇതുപോലെ ഒരു റെഡിൻ്റെ മൾട്ടി ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. റെഡും ഡാർക്കർ ഷെയ്ഡ് മെറൂൺ കളറും വരുന്ന രീതിയിലാണ് നമ്മൾ എംബ്രോയ്ഡറി വരുന്നത്. ലീവ്സ് നല്ല ഡാർക്ക് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീവ്സും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു പാറ്റേൺ മുന്താണിയുടെ ഒരു വശത്ത് വരുന്നത്. സെൻറ്ററിൽ ഇങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഡിസൈനും അപ്പുറത്തെ വശത്തും ഒരു സിംഗിൾ ഡിസൈൻ. അപ്പോൾ മുന്താണിയുടെ 2 സൈഡിലും ഡിസൈനിങ് ഉണ്ട്, സെൻറ്ററിലും ഡിസൈനിങ് ഉണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഇതിൻ്റെ മുന്താണി കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുവരെ മുന്താണിയുടെ മറുവശത്തും നടുക്കും കണ്ടോർ തന്നെ ഒരു പാറ്റേൺ ആണ്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ മുന്താണിയിൽ കണ്ടോർത്ത് 2 വലിയ ഡിസൈനാണ് 2 എണ്ണം അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അടുപ്പിച്ചൊരു 3 ഇഞ്ച് ഗ്യാപ്പിൽ 2 ഡിസൈൻ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസൈനും കൂടെ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ, സിംഗിൾ ഡിസൈൻസ് നമ്മൾ ജോയിൻ ചെയ്ത് 1 ഡിസൈൻ 2 ഡിസൈൻസ് 1 ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 6 ഡിസൈനാണ് ഉള്ളത്. മുന്താണിയിൽ ഒരെണ്ണം, പിന്നെ ഫ്രണ്ടിൽ 2 എണ്ണം, പിന്നെ കാലിൻ്റെ അവിടെ ഒരെണ്ണം, അങ്ങനെ 4 ഡിസൈനും. പിന്നെ റണ്ണിങ് പോർഷനിൽ 2 സിംഗിൾ ഡിസൈൻസ് ഇൻഡിവിജ്വൽ ഡിസൈൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ ആകും. അപ്പം അങ്ങനെ റണ്ണിങ് പോർഷനിൽ ഒരെണ്ണം, മുന്താണിയുടെ അപ്പുറത്തും നടുക്കുമായിട്ട് ഓരോന്നോരോന്ന്, അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ 6 വലിയ ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു വൈറ്റ് സാരിയാണ്, വൈറ്റ് ചെക്കോട്ടയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് നമ്മളൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, വളരെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും നടുക്ക് യെല്ലോയിൻ്റെ ലൈറ്റ് യെല്ലോയും, അതുപോലെ തന്നെ ലീവ്സ് ആണെങ്കിലും 2 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതൊരു ഒലീവ് ഗ്രീനും പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ സ്റ്റെമ്മുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു ഡിസൈനാണ് മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വരുമ്പോൾ ഒരു സിംഗിൾ ഫ്ലവറും ലീഫും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലുള്ളത്. മുന്താണിയിൽ കണ്ടുപോലത്തെ തന്നെ വലിയ 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്. ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് ഡിസൈനിങ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവിലും ഒരു നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടുപോലെ ഒരു പൂവും ഇലയുമായിട്ടാണ് സ്ലീവിൽ വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്. ഈ ഒരു സാരി മാത്രമാണ് വിത്ത് ബ്ലൗസ് പീസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ കാലിൻ്റെ പോർഷനിലൊന്നും വർക്കില്ല കേട്ടോ. ഷോൾഡർ പ്ലീറ്റിലും മുന്താണിയിലും മാത്രമാണ് വർക്കുള്ളത്. പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലും റണ്ണിങ് പോർഷനിലും ഒരു കുഞ്ഞ് ഡിസൈൻ ഉണ്ട്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1299 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ബ്ലൂ സിൽക്കി ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ ഷേപ്പിൽ റിബൺ വർക്കാണ് നമ്മൾ ഫ്ലോറൽ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. റിബൺ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് റിബണിൽ നടുക്ക് ഒരു ബീഡ് വെച്ചിട്ട് സിൽവർ കളർ ബീഡും വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് മുന്താണിയുടെ ഒരു വശത്തുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ 2 ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ 2 എണ്ണമാണ് ഉള്ളത്. ഇത് ഇപ്പോൾ നമ്മൾ കണ്ടിരുന്ന എല്ലാ സാരിയും ചെക്കോട്ടയാണ്. ഇത് മാത്രമാണ് സിൽക്കി ചെക്കോട്ട വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ 3 ട്രയാങ്കിൾ അടുപ്പിച്ചാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിനോട് ചേർന്ന പോർഷനിലും നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു ട്രയാങ്കിളാണ്. ഇങ്ങനത്തെ കുഞ്ഞു 3 ഫ്ലവർ ട്രയാങ്കിൾസ് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെസ്റ്റ് പോർഷനിൽ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ. അപ്പോൾ ഇതും ഒരു സെമി പാർട്ടി വെയർ സാരിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ഇടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടൺ സിൽക്കിൻ്റെ വൈറ്റ് ബ്ലൗസ് പീസ് എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ കാലിൻ്റെ പോർഷനിൽ ഇതുപോലത്തെ ഒരു വലിയ ട്രയാങ്കിൾ പോർഷൻ നമ്മൾ തയ്ച്ചിട്ടുണ്ട് കാലിൻ്റെ അവിടെയും ബോട്ടം പ്ലീറ്റിലും. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ സിൽക്കി കോട്ടയാണ്. അതിൻ്റെ അകത്ത് നിറച്ചും മെഷീൻ എംബ്രോയ്ഡറി തന്നെ പീച്ചിൻ്റെ തന്നെ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ്. മുന്താണിയിൽ ഇതുവരെ ടാസൽസും അറ്റാച്ച്ഡ് ആണ്. ഇതുവരെ നല്ലോണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ലൈറ്റ് പീച്ച് എല്ലാ കളർ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ തന്നെ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ്, ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സെൽഫ് കളർ എന്ന് പറയാം മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഫുൾ സാരിയിലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ഫുൾ സാരി ഇതുപോലെ തന്നെ പോവാണ്. മുന്താണിയും ബോഡി പോർഷൻ ഫുള്ളും ഇങ്ങനെയാണ് ഡിസൈനിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം പോർഷൻ എത്തുമ്പോൾ മേളിലോട്ട് താഴത്തോട്ട് പോകുന്ന പോർഷൻ ഹാഫ് പോർഷനിൽ വർക്കുള്ളൂ. ബാക്കിത്തെ ഹാഫ് പോർഷനിൽ വർക്ക് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വർക്ക് പോകുന്നത്. ഇനിയിപ്പം ബോട്ടം പോർഷനിലെത്തുമ്പോൾ കാലിൻ്റെ പോർഷനിലെത്തുമ്പോൾ ഈ ഒരു കാണുന്ന പോർഷനിലാണ് വർക്കുള്ളൂ. മേളിലോട്ട് വർക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കാണുന്ന പോർഷനിൽ നിറച്ചും വർക്ക് ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിപ്പം സിൽക്കി ചെക്കോട്ട പോലെ ചെക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ ചെക്ക് മെറ്റീരിയലാണ്. ബ്ലൗസ് പീസ് നേരം ചെക്കോടെയല്ല, പ്ലെയിൻ ആണ്. സെയിം കളർ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിന് ചെക്കില്ല. ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കണം. ഇത് ചെക്കില്ല. എന്നാൽ സാരിക്ക് ചെക്കുണ്ട്. ഇതാണ് അതിൻ്റെയും ബ്ലൗസ് പീസിൻ്റെയും സാരിയുടെയും മെറ്റീരിയൽ ഡിഫറൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ചെക്കില്ലാത്തതാണ്. ഇതിന് ചെക്കുണ്ട് സാരിക്ക്. ഇങ്ങനെയാണ് സാരി വരുന്നത്. വർക്കൊന്നുമില്ല ബ്ലൗസ് പീസിൽ. പ്ലെയിൻ ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതാണ് സാരിയുടെ വർക്ക്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2500 ആണ് ഇതിൻ്റെ റേറ്റ്. ഫുൾ ഇത്രയും മെഷീൻ എംബ്രോയ്ഡറി ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ഇത്രയും കൂടുന്നത്. നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉടുക്കാവുന്ന സാരിയാണ്. ഡെയിലി വെയറിനും പാർട്ടി വെയറിനൊക്കെ പറ്റിയൊരു സാരിയാണ്. ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫുൾ സാരിയിൽ ഇതുപോലെ എംബ്രോയ്ഡറി വരുന്നതുകൊണ്ട് നല്ല ഭംഗിയുമാണ് കാണാനായിട്ട്. അപ്പം ഇന്നത്തെ സാരിയിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്ന സാരീസ് എല്ലാം സിംഗിൾ പീസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.